Watch full episodes on Jio Hotstar. സുപ്രീമ വോൾട്ടർ ചില മനുഷ്യർ ഈ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എങ്കിൽ പോയിട്ട് അവരെ നമുക്ക് അങ്ങോട്ട് നിർത്താം. അവരെ തടുത്ത് നിർത്തണ്ട, അവരിങ്ങോട്ട് വന്നോട്ടെ. വരുന്നവരാരാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണ്ടേ. അവരെ എങ്ങനെയെങ്കിലും തടഞ്ഞേ മതിയാകൂ സുപ്രീമ വോൾട്ടർ. അവർ ഒരുപക്ഷെ ഗ്ലോഡിയസിന്റെ ആൾക്കാരായിരിക്കും. ഗ്ലോഡിയസിന്റെ ആൾക്കാർ എന്റെ അച്ഛനെയും അമ്മയെയും ഏലിയൻ പ്ലാനറ്റിൽ ബന്ധിതരാക്കിയിരിക്കുകയാണ്. അവരെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. എലീനോ പറയണത് ശരിയാ. ചിലപ്പോ പറയുന്നത് വാസ്തവമായിരിക്കും. ആദ്യ ക്ലോഡിയസിന്റെ ആൾക്കാർ തന്നെ ആയിരിക്കും. നമുക്ക് ആദ്യം അവർ ക്ലോഡിയസിന്റെ ആളുകളാണോ അല്ലയോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതുവരെ അവരെ ആരും തന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ ഉത്തരവ് തരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം. അല്ല, ഇത് എത്ര വലിയ വീടുകളോ! അങ്ങനെ റൊമാനിക്കായിലേക്ക് എത്തിക്കഴിഞ്ഞു. ഗുഡ് മോർണിംഗ് എവരിബഡി. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. പറയൂ, എന്താണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഞങ്ങളോട് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഭൂതം ഉണ്ടെന്നുള്ള കാര്യം. ഞങ്ങൾ അതിനെ കാണാൻ വേണ്ടി വന്നതാ. ഭൂതോ? ഇല്ല 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 ഇല്ല, ഇവിടെ ഭൂതവും പിശാചും അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ കർഷകരാണ്. ഓരോരുത്തരും ഓരോ നുണ പറഞ്ഞിങ്ങനെ പരത്തുന്നതാണ്. അതെ, ഞങ്ങളും അത് തന്നെയായിരുന്നു പറഞ്ഞത്. ഈ ഭൂതങ്ങളൊന്നും ഇല്ലെന്ന്. നിങ്ങളും പറഞ്ഞത് ശരിയാണ്. ഇവിടെ ഭൂതവും പിശാചും അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ എല്ലാരും കുറെ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ്. ആ പൂട്ടിയിട്ട വീട്ടിനകത്ത് പയ്യൻ എങ്ങനെ കയറി? ഓക്കെ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഇത് മോട്ടോ ആണ്. പിന്നെ ഞാൻ പത്തലു. പിന്നെ എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്നാ. അങ്ങനെയാണല്ലേ? എനിക്ക് തോന്നുന്നത് ആ കുട്ടി എന്നെ കണ്ണുപൊത്തി കളിക്കാൻ വിളിച്ചതായിരിക്കണം. പോയോ? അല്ല, കുട്ടി എവിടെ? ആരാണ്? ഹലോ കുട്ടി, നീ എവിടെയാ ഉള്ളത്? മോനെ, മോനെ, നീ എവിടെയാ? പിന്നെ ആ ഗ്ലോഡിയസ് അല്ലേ അയച്ചിരിക്കുന്നത്? മര്യാദയ്ക്ക് പറഞ്ഞോ, ഗ്ലോഡിയസ് എവിടെയാണുള്ളത്? ഗ്ലോഡിയസ്? അതാരാണ് ഈ ഗ്ലോഡിയസ്? എനിക്കൊന്നും അറിയില്ല അവനെ കുറിച്ച്. അറിയില്ലെന്നേ. നിനക്കറിയില്ലെന്നോ? ഞാനിപ്പോ നിന്നെ എന്താ ചെയ്യാന്നറിയോ? എടാ മോനെ, നീ ഇത് എന്ത് പണിയായി കാണിക്കുന്നത്? രക്ഷിക്കണേ! എടാ മോനെ! എന്റെ അമ്മോ, എന്റെ അമ്മോ! എനിക്ക് തോന്നുന്നു അപ്പൊ ഇവിടെ ശരിക്കും ഭൂതമുണ്ട്. ഞാൻ ആരോട് ഇത് പറയാൻ പോകുന്നില്ല. ഇത്തിരി പോകുന്ന ഒരു കുട്ടിയുടെ തല്ല് മേടിച്ച കാര്യം എല്ലാവരും എന്നെ പിന്നെ കളിയാക്കും. ചേട്ടാ, എന്റെ ചങ്കയുടെ ബ്രോ മോട്ടു, നിനക്ക് എന്ത് പറ്റി? കാല് വേദനിക്കുന്നുണ്ടോ? എന്തിനാ അങ്ങനെ ഞൊണ്ടി ഞൊണ്ടി വരുന്നത്? ചേട്ടാ, എന്റെ ചങ്കയുടെ ബ്രോ മോട്ടു, ഇത് എന്ത് പറ്റി? ഒന്നും
സംഭവിച്ചില്ലല്ലോ, ഒന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നല്ലേ? നീ അകത്തേക്ക് പോയിരുന്നല്ലോ, എന്താ സംഭവിച്ചകത്തെ? ശരി, ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. അതായത് അകത്ത് എന്താണ് സംഭവിച്ചതെന്ന്. എന്റെ അമ്മോ, മോട്ടു കുറെ മധുരപലഹാരം കഴിച്ചു എന്ന് തോന്നുന്നു. വയറ് ഫുള്ളായത് കൊണ്ട് ചിലപ്പോ ഇയാൾക്ക് പറയാൻ ബുദ്ധിമുട്ട് കാണും. ഇവരെ ശരിക്കും വാ തുറക്കാൻ കഴിയുന്നില്ല, കണ്ടില്ലേ? എന്റെ അമ്മോ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ അതെ, ചെല്ല് ചെല്ല്, നിങ്ങൾ എല്ലാവരും അകത്തോട്ട് ചെല്ല്, എന്നിട്ട് വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് വരൂ. ചെല്ല്. ഞങ്ങൾ ഇവിടെ കുറെ കൊല്ലങ്ങളായിട്ട് ഇവരെല്ലാം എങ്ങോട്ടാ പോകുന്നത്? രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഉമ്മാരൊക്കെ ചേർന്ന് എന്നെ കളിയാക്കിയേനെ. ഞങ്ങളെത്തി. എവിടെ ലഡു? എവിടെ? ആരെയും കാണുന്നില്ലല്ലോ. ഓടിച്ചെടുത്തല്ല. അപ്പൊ ലഡു വേണം അല്ലേ? അതെ, ഞങ്ങൾക്ക് സ്വീറ്റ്സ് തന്നെ. എങ്കി ഇന്നാ പിടിച്ചോ പലഹാരം. വരൂ വരൂ. എന്റെ പത്തിലു വണ്ടിയിലോട്ട് കേറി വേഗം. നമ്മൾ തിരിച്ചു അതെ, വീണ്ടും എന്തിനാ അങ്ങോട്ട് പോകുന്നത്? പറയാം. ആദ്യം നമുക്ക് ഇവിടുന്ന് എങ്ങനെയാലും രക്ഷപ്പെടണം. അതെ, നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞാലേ അവരെ ഒന്നും ചെയ്യരുതെന്ന്. നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് അവരെ പേടിപ്പിച്ച് ഓടിച്ചു വിട്ടു. ഇപ്പൊ അവര് ആരാ എന്താന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? നിക്കൂ, ഞാൻ നോക്കട്ടെ. അവര് തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അത് ഞാനൊന്ന് കേട്ടു നോക്കട്ടെ. ഇതെങ്ങോട്ടാ ഓടുന്നത്? പൊളിച്ചെടുത്തല്ലോ, ഭൂതം അവിടെ ഉണ്ടെന്നേ. അതെ, ഭൂതം അവിടെ തന്നെ ഉണ്ടെന്നേ. അത് ശരിക്കും പ്രേതപിശാചൊക്കെ ഉണ്ട്. അതേ പത്തിലു ഭൂതം ഉണ്ട് കേട്ടോ. ഒരു ദൈവദാക്ഷിണ്യവും ഇല്ലാതെയാണ് തല്ലിയത്. വളച്ചു വളച്ചടിച്ചു, കുരിച്ചു നിർത്തി ഇടിച്ചു. ഇതെങ്ങനെയാ സാധിക്കുക? ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. വാ, നമുക്ക് വീണ്ടും പോയി നോക്കിയിട്ട് വരാം. എനിക്കിപ്പോ തിരിച്ചു പോയി കാണണമെന്നില്ല. ഇല്ല, അവരെ വീണ്ടും ഇങ്ങോട്ടേക്ക് വരാൻ സമ്മതിക്കരുത്. നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ആർത്രോ, പാനിറ്റോ, നിങ്ങൾ നിങ്ങളുടെ രൂപത്തിലേക്ക് മാറൂ. അതിനുള്ള സമയമായിരിക്കുന്നു. ഇതെന്താണ്? ഈ പുയൽക്കാറ്റ് എവിടുന്നാണ് വരുന്നത്? ഇനി എന്റെ ഊഴം. മോട്ടു, ഇത് ശരിക്കുള്ള പുയലല്ല. ആരോ നമ്മളെ പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്.
എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ മോട്ടൂണ് ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ലേട്ടാ. ആരായിരിക്കും വന്നത്? റൂം സർവീസ്, നിങ്ങളുടെ ലഞ്ച്. ഞങ്ങൾ എപ്പോഴാ അതിന് ചോദിച്ചത്? വോൾട്ടർ, നിങ്ങൾ ഇവിടെയോ? ഓട്ടോ, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ. ക്ലോഡിയസ് എന്ന പേരിൽ നീ ആരെങ്കിലും കണ്ടുമുട്ടിയായിരുന്നോ? അവൻ തന്ന അഗ്രിമെന്റിൽ നീ വല്ലതും സൈൻ ചെയ്തായിരുന്നോ? കാരണം പെർമിഷൻ ഇല്ലാതെ ആരെയും അവന് കൺട്രോൾ ചെയ്യാനാവില്ല. കോൺട്രാക്ട്. സോറി, സമൂസ കഴിക്കാനുള്ള കൊതി കൊണ്ട് ഞാൻ അഗ്രിമെന്റിൽ ഒപ്പിട്ട് കൊടുത്തതായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഞാൻ കാരണം നിങ്ങൾക്കൊക്കെ ഇത്രയും ബുദ്ധിമുട്ട് സംഭവിക്കുന്നുള്ള കാര്യം. എന്നോട് ക്ഷമിക്കൂ. അതുകൊണ്ട് തന്നെ ചായ ഉണ്ടാക്കുന്ന ചേട്ടനും ഇവിടെ എങ്ങനെയാണ് എത്തിയതെന്ന് മനസ്സിലാവാത്തത്. ഇത് തീർച്ചയായിട്ടും ക്ലോഡിയസ് ആണ് ഒപ്പിച്ചത്. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ആ എഗ്രിമെന്റ് എന്റെ കയ്യിൽ എത്തിക്കാൻ നോക്കൂ. എന്നാലേ മോട്ടുവിനെ അവന്റെ കൺട്രോളിൽ നിന്നും പുറത്തു കൊണ്ടുവരാനാകൂ. പക്ഷേ എന്നെ കൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് സഹായിക്കാനാവില്ല. എന്നെ കൊണ്ട് ക്ലോഡിയസിന്റെ സ്ഥലം കണ്ടുപിടിക്കാനാവില്ല. അത് നിങ്ങൾ വേണം കണ്ടെത്താൻ. ഓക്കേ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കേ. പക്ഷെ അഗ്രിമെന്റ് നമ്മളെ എവിടുന്ന് കൊണ്ടുവരാനാ? നമുക്ക് അറിയില്ലല്ലോ അവൻ എവിടെയാ താമസിക്കുന്നതെന്ന്. എന്റെ ഈ സ്പെഷ്യൽ പുതിയ കണ്ടുപിടുത്തം സൂപ്പർ നാച്ചുറൽ ഹെഡ്ഫോൺ എല്ലാവരും ഇട്ടോളൂ. ഇത് കുറെ വിധത്തിൽ നമുക്ക് ഹെൽപ്ഫുൾ ആകും. ഇത് ഇട്ടിട്ട് നമ്മൾ എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ പവറിനെ ക്രോസ് ചെയ്തു പോയാൽ ആ സമയം ഇതിൽ നിന്നും സിഗ്നൽ വരും. ഇത് നിനക്ക് ലൊക്കേഷനും ശരിയായിട്ട് കാണിക്കും. ഇതിന്റെ ബാക്കി ഫീച്ചേഴ്സ് ഞാൻ ആവശ്യം വരുമ്പോ പറയാം. എങ്ങനെയുണ്ട്? പൊളിച്ചേ. ഇനിയല്ലേ രസം കണ്ടോളൂ. ഒരിക്കൽ ആ എഗ്രിമെന്റിന്റെ കൈ കിട്ടിയ പിന്നെ ഞാൻ അവരെ ഇങ്ങനെയായിരിക്കും തല്ലുന്നത്. ഇതുപോലെ വീണ്ടും വീണ്ടും തല്ലും. ഇതുപോലെ തല്ലും. കണ്ടോളൂ, ഇങ്ങനെയാണ് തല്ലുക. മോട്ടു, നീ ഇതെന്തൊക്കെയാണ് ചെയ്യുന്നത്? അതെ, പിന്നൊരു കാര്യം. അടുത്ത പ്രാവശ്യം മോട്ടു ക്ലോഡിയസിന്റെ കൺട്രോളിലേക്ക് പോയി ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ മോട്ടുവിനെ നമുക്ക് രക്ഷിക്കാനാവില്ല. മോട്ടുവിനെ ഞങ്ങൾ എന്നേക്കുമായി തീർക്കേണ്ടി വരും. സോറി, ഡോണ്ട് മൈൻഡ്. അതെ, എന്തു പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും? ഓ സോറി സോറി, അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ കുറച്ച് എക്സൈറ്റ് ആയി പോയതാണ്. പത്ലു, ലെറ്റ്സ് ഗോ ഗെറ്റ് ദം. സുപ്രീമോ വോൾട്ടർ, നിങ്ങൾ അവരിൽ എല്ലാരെയും കൂടെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് വേഗം തന്നെ തീർക്കാം. പറ്റും, പക്ഷെ അവരെല്ലാരെയും ഒരുമിച്ച് ഇവിടെ കൊണ്ടുവരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അവരെല്ലാരും ട്രീ ഓഫ് എനർജിയുടെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് അവരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്, കേക്കൂ. ആ ഷിപ്പിലാണുള്ളത്, ആ ഷിപ്പിലാണുള്ളത്. നമുക്ക് പോകാം. വരൂ. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ആ ഷിപ്പ്. ഇതിലാ ഗ്ലാഡിയസും പിന്നെ കോൺട്രാക്റ്റും ഉണ്ടാകും. വരൂ. പത്ലു, ഷിപ്പിൽ മുഴുവൻ ഗാർഡ്സ് ആണല്ലോ. ഐഡിയ. ഇങ്ങോട്ട് വാ, നീ കൂടെ വാ. വാ മോട്ടോ, നമുക്ക് ഈ മേഘങ്ങളിൽ ഒളിച്ചിരുന്ന് പോകാം. വരൂ. വേഗം ഒളിച്ചിരിക്കേ. പതിയെ പോവാം. ആരുമില്ല.
അതായിരിക്കുന്നു അഗ്രിമെന്റ്. സൂക്ഷിച്ചു പോണം മോട്ടു. വീഴല്ലേ മോട്ടു. മോട്ടു എന്റെ പത്ലു, എന്ത് പറ്റി? വേദന സഹിക്കാൻ പറ്റുന്നില്ല പത്ലു. എടുത്തു മാറ്റ്, എടുത്തു മാറ്റ്. വേണ്ട. ഉറങ്ങിക്കൂ, ഉറങ്ങിക്കൂ ചക്കരക്കുട്ടൻ, ഉറങ്ങിക്കൂ, ഉറങ്ങിക്കൂ. പത്ലു, ഇതാണോ പേപ്പർ? ഇതിലാണ് പത്ലു അന്ന് ഞാൻ ഒപ്പിട്ടത്. അയ്യോ പ്രശ്നം. ഇതെല്ലാം സംസാരിക്കേണ്ട സമയം ഇതാണോ മോട്ടു? ആരാ ആരാ അവിടെ? ഓടിക്കോ ഓടിക്കോ. നിക്ക് 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 അവിടെ. ഗാർഡ്സ് പിടിക്കവരെ. ഒരു വാതിലടച്ചത് കൊണ്ട് മാത്രം നിനക്ക് മോട്ടു പത്ലു എന്ന് പറഞ്ഞ സൂപ്പർ ഹീറോസിനെ നിർത്താൻ പറ്റില്ല. ഓടിക്കോ ഓടിക്കോ, പക്ഷെ എവിടെ വരെ ഓടും? ഇനി നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഐഡിയ. ഒരിക്കലും വിടില്ല നിങ്ങളെ. ഫോക്കസ് ഫോക്കസ് ക്ലോഡിയസ്. ഷിപ്പ് എന്റെ അങ്ങോട്ട് പറക്കാൻ തുടങ്ങട്ടെ. നിങ്ങളെ എഗ്രിമെന്റ് തരുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ മുഴുവൻ ഹീറോയിസം തകർന്നു പോകും. മോട്ടുവും പത്ലുവും സൂപ്പർ ഹീറോ ആയതിനു ശേഷം ബാക്കിയുള്ളവരൊക്കെ അവരുടെ മുൻപിൽ സീറോയാണ്. സീറോ അല്ല മോട്ടു, സൂപ്പർ ഹീറോസിന്റെ മുമ്പിലുള്ള സൂപ്പർ സീറോസ്. അല്ല അല്ല, നിങ്ങൾ ഇപ്പൊ ഇതെന്താ ചെയ്യണം? നിക്ക് നിക്ക് നിക്ക്. അയ്യോ അയ്യോ, ഇതെന്തുവാ? മുഴുവൻ പുകയാണല്ലോ. നിക്കവിടെ. ഇവനെ കൊല്ല്, ഇവനെ കൊല്ല്. അടിക്ക്, അടിച്ചോടിക്ക്. ഇവനെ കൊല്ല്. വലിയേട്ടാ, എവിടെയാ ഉള്ളത്? ഞങ്ങൾ അഗ്രിമെന്റും കൊണ്ട് വരികയാണ്. വരൂ. ചേട്ടാ, എന്റെ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, വേഗം വാ വേഗം വാ. പിന്നെ ഒരു കാര്യം, ഹെഡ്ഫോൺ മാത്രം എന്ത് സംഭവിച്ചാലും അഴിക്കല്ലേ. ഇനി ഹെഡ്ഫോണിന്റെ ആവശ്യമില്ലെന്നേ. പക്ഷേ ഹെഡ്ഫോൺസിൽ മറ്റൊരു സ്പെഷ്യാലിറ്റിയും ഉണ്ട്. എത്ര വലിയ സൂപ്പർ നാച്ചുറൽ പവറിന്റെ കമന്റ് ആയാലും മോട്ടുവിനെ കൊണ്ട് കേൾക്കാനാവില്ല. അതെ. ഓ, അതുകൊണ്ടാണോ എനിക്ക് ഗ്ലോഡിയസിന്റെ ഒരു കമാൻഡും ഇതുവരെ കേൾക്കാതിരുന്നത്? പൊളിച്ചു വലിയേട്ടാ. See you soon. ആ എഗ്രിമെന്റ് വോൾട്ടറിന്റെ കയ്യിൽ ഒരിക്കലും എത്താൻ പാടില്ല. അവന് മാത്രമേ അത് നശിപ്പിക്കാൻ സാധിക്കൂ. മോട്ടു, ഐ കമാൻഡ് യു. പത്ലുവിന്റെ കയ്യിൽ നിന്ന് ആ എഗ്രിമെന്റ് വാങ്ങിച്ചോണ്ട് തിരിച്ചു വാ. മോട്ടു, മോട്ടു, ഐ കമാൻഡ് യു. മോട്ടു, നീ എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. യു ഹാവ് ടു ഒബേ മീ. മോട്ടു, പത്ലുവിന്റെ കയ്യിൽ നിന്ന് ആ എഗ്രിമെന്റ് വാങ്ങിച്ചോണ്ട് തിരിച്ചു വാ. ഇവൻ എന്താ എന്റെ കമാൻഡ് കേൾക്കാത്തത്?
ഇല്ല, കാതിൽ അവരെന്തോ അടച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നതൊന്നും അവന് കേൾക്കാൻ സാധിക്കില്ല. അതായിരിക്കും ചിലപ്പോ. ഞാനിപ്പോ നോക്കാം. നിങ്ങൾ പറയുക വാ. ഹൈ. മോട്ടു, നിന്റെ ഹെഡ്ഫോൺ അതാ പോയി. എന്റെ കൂടെ വാ. മോട്ടു, ഐ കമാൻഡ് യു. എഗ്രിമെന്റ് എടുത്തോണ്ട് തിരിച്ചു വാ. യെസ് ക്യാപ്റ്റൻ ക്ലോഡിയസ്, യെസ്. വേണ്ട, no. എന്താ ചെയ്യുന്നേ മോട്ടു? നീ എന്തിനാണ് അഗ്രിമെന്റ് എടുത്തോണ്ട് പോയത്? ആ? മോട്ടു, മോട്ടു അഗ്രിമെന്റ് തിരിച്ചതാ. ഇവിടെ എന്താ നടക്കുന്നത് നിനക്ക് മനസ്സിലാവാത്തതുകൊണ്ടാ. മോട്ടു തിരിച്ചതാ. അഗ്രിമെന്റ് തിരിച്ചതാ. എഗ്രിമെന്റ് എനിക്ക് താ. ഇവര് രണ്ടുപേരും ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടിരുന്ന രണ്ടുപേരുടെ കഥ തീരുമെന്നാ തോന്നുന്നത്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എറീറ്റോ, ഗോ. മോട്ടു, ഇല്ല, ഞാൻ നിന്നെ കൊന്നുകളയും, നോക്കിക്കോ. പത്ലു, പുഷ്. മോട്ടു. ഞാൻ പിടിച്ചോളാം. അല്ല പത്ലു, എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് കുറച്ചു സമയത്തേക്ക് ഞാൻ ബ്ലാങ്ക് ആയി പോയി. നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാത്തത് നന്നായി. എത്രയും പെട്ടെന്ന് എന്റെ കൂടെ വാ, നമുക്ക് റൊമാനിക്കോ വില്ലേജിലേക്ക് പോകണം. പത്തലോ, വില്ലേജിന്റെ ഭാഗത്തേക്ക് എന്തിനാ പോകുന്നേ? ഹോട്ടലിലേക്ക് പോകൂ. സുപ്രീമോ വാൾട്ടർ ട്രീ ഓഫ് എനർജി എടുത്തുകൊണ്ട് നിങ്ങളുടെ ഹോട്ടലിന്റെ ടെറസിന്റെ മുകളിൽ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്കിനി തിരിച്ചു പോകാൻ പറ്റില്ല. അവർ ഞങ്ങളെ ഇപ്പോ ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണ്. അവര് നിങ്ങളെ ചേസ് ചെയ്തുകൊണ്ട് വില്ലേജിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും കൊന്നുകളയും. പ്ലീസ്, എത്രയും പെട്ടെന്ന് വില്ലേജ് റൊമാനിക്കോയിലേക്ക് പോകണം. നിങ്ങൾ എവിടെയെങ്കിലും ഒളിച്ചിരിക്കേ, എന്നിട്ട് വാൾട്ടറിനെ എത്രയും പെട്ടെന്ന് വിളിക്കേ. വാൾട്ടർ, വില്ലേജിലേക്ക് വാ. Watch India's largest kids library only on Jio Hotstar. Download the app now.